നമസ്കാരം. ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായി ഗ്രഹസംയോഗങ്ങൾ സംഭവിക്കുന്നതാകുന്നു. എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതായ ഗ്രഹസംയോഗങ്ങൾ അത് ശുഭകരവും അതേപോലെ തന്നെ അശുഭകരവുമാകാറുണ്ട്. അതിനാൽ തന്നെ ഓരോ രാശിയിലും വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക. ചില സമയങ്ങളിൽ ഇത്തരത്തിൽ ഗ്രഹസംയോഗങ്ങളുടെ ഫലമായി രാജയോഗങ്ങൾ വന്ന് ഭവിക്കുന്നതുമാണ്. അഥവാ ചില രാശിക്കാർക്ക് രാജയോഗം വന്നു ചേരും. എന്നാൽ ജൂലൈ 12 ചൊവ്വ ഇടവം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത്. വ്യാഴവും ഇതേ രാശിയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഇടവത്തിൽ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും സംയോഗം ഉണ്ടാകുന്നതുമാണ്. ഓഗസ്റ്റ് 26 വരെ ചൊവ്വ ഇടവത്തിൽ തുടരുന്നതാകുന്നു. അതിനുശേഷം മിഥുനം രാശിയിലേക്ക് പോകും. 12 വർഷത്തിന് ശേഷം ഇടവം രാശിയിൽ സംഭവിക്കുന്ന ചൊവ്വ വ്യാഴം സംയോഗത്തിലൂടെ അത്യപൂർവം അഥവാ അപൂർവങ്ങളിൽ അപൂർവമായി രാജയോഗമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 3 രാശികളിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രധാനമായും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ, അതായത് രാജയോഗം ആരംഭിക്കാൻ പോകുന്നത് അഥവാ രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും മംഗളകരമായ സംയോഗം ഇടവം രാശിയുടെ ലഗ്നഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ പ്രഭാവം ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഇവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വം കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരിൽ നിന്നും പ്രശംസ, അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയോ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിക്കയറ്റം അഥവാ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പമുണ്ട്. ജോലി ലഭിക്കാത്തതിനാലുള്ള വിഷമങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. ഈ സമയം അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില ടെൻഷനുകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായകരമായി തീരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമായി ആശയങ്ങൾ പ്രാവർത്തികമാക്കുകയും ധനപരമോ മറ്റ് രീതികളിലുള്ള നേട്ടങ്ങളോ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹിതരായ വ്യക്തികൾക്കും ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ചില തർക്കങ്ങൾ പരിഹരിച്ച്, ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ ഈ സമയം പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫലപ്രദമായി ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ചിങ്ങം രാശിയുടെ 10ാമത്തെ ഭാവത്തിലാണ് മംഗളകരമായ ഈ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ രാശിയിൽ ജനിച്ച ഏവർക്കും പല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരാം. പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് പോന്നിരുന്നവർ തന്നെയാണ് ഇവർ. പല വിഷമങ്ങളും മനസ്സിലുണ്ട്. പല വിഷമങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാതെ കുഴങ്ങുന്നതായ അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ അനുഭവപ്പെടുന്നതായ സമയം എന്ന് തന്നെ പറയാം.
എന്നാൽ ഈ സമയത്ത് ചില മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. വിജയം, സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കില്ല എന്ന മുൻവിധി മാറ്റുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. വ്യത്യാസങ്ങൾ വരാം. അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനോ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഉദ്യോഗസ്ഥരായവർക്ക് ഈ സമയം ശുഭകരമായ യോഗങ്ങൾ വന്നു ചേരുന്നതായ സമയം കൂടിയാണ് എന്ന് പറയാം. ഈ സമയം പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. നാട്ടിലോ വിദേശത്തോ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ മനസ്സിലുള്ള പല വിഷമങ്ങൾക്കും പലവിധ പോംവഴികൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും കടബാധ്യതകളാൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു പരിധിവരെയെങ്കിലും കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അതിനാൽ ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തുലാം രാശിക്കാർക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ് ഇത്. തുലാം രാശിയുടെ 8ാം ഭാവത്തിലാണ് ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ഈ അപൂർവ സംയോഗം സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ഈ സമയം തുലാം രാശിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, അല്ലെങ്കിൽ സന്തോഷം വർദ്ധിക്കുക, സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. മനസ്സിന് സന്തോഷം പകരുന്നതായ അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം തൃപ്തി നൽകുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഉദ്യോഗസ്ഥർക്ക് ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് വിജയം നേടുവാൻ സാധിക്കും. വലിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. പല ആഗ്രഹങ്ങളും സഫലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് പരമായി ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഇപ്പോൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഭാവിയിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നാട്ടിലോ വിദേശത്തോ ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ രോഗദുരിതങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വന്നു ചേരുന്ന അപകട സാധ്യതകളെ തരണം ചെയ്യുവാൻ ഒരു പരിധിവരെ ഇവർക്ക് സഹായകരമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രത്യേകം ഓർക്കേണ്ടത് സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക എന്നതാണ്. കാരണം സാമ്പത്തികപരമായ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചതികൾ പ്രതീക്ഷിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.